Bishop, for your kind words, and I'll also like to take this opportunity to thank Achin for all his support, love, and blessings for our church. And you have been a wonderful leader, and we look forward to your continued leadership. Now, let's welcome our Archbishop, His Eminence Mortitos Eldo, to share what he says. Shem Mago Babru Ruho Gadi Shohadalo Sariro Ami. ഈടുവകയുടെ വികാരി എന്ന നിലയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട തോമസ് കോരാച്ചൻ, ഈടുവകയ്ക്ക് ആദ്യമേ തന്നെ നേതൃത്വം കൊടുക്കുകയും നമ്മോടുകൂടെ ഇന്നും ഇന്നലെയും ഈ ദിവ്യമായ ശുശ്രൂഷയിലായിരിക്കുകയും ചെയ്യുന്ന ലോസ് ആഞ്ചലസ് പള്ളി വികാരി എത്രയും ബഹുമാന്യ സാബു ചോറട്ടൽ കോർപ്പസ് കോപ്പാച്ചൻ, വന്നു ചേർന്നിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളും അതിലേറെ സന്തോഷത്തിലാണ് എന്നറിയാം. അല്പം ക്ഷീണം ഉണ്ടെങ്കിൽ തന്നെയും ഇന്നലെയും ഇന്നത്തെയും ശുശ്രൂഷകളുടെ ദൈർഘ്യവും ഒക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ളതായ ദിവസങ്ങളുടെ ദീർഘമായ അധ്വാനങ്ങളുടെ ഭാരമുള്ളത് കൊണ്ടൊക്കെയും പലരും ഇന്ന് കഴിഞ്ഞു കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും. എങ്കിൽ തന്നെയും നമുക്ക് ദൈവം നൽകിയതായ ഈ നല്ല ദിവസത്തിന് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നല്ല കാലാവസ്ഥ, അനുഗ്രഹീതമായ കൂട്ടം ഒക്കെയും ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് ഒന്നുചേരുവാൻ ദൈവം ഭാഗ്യം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ വളരെയൊന്നും അധികം ലഭിക്കുവാനായിട്ട് സാധ്യതയില്ലാത്തതായ സന്ദർഭങ്ങളാണ് ഇതുപോലുള്ളതായ വിശുദ്ധ ദേവാലയ കുദാശകൾ. നാട്ടിൽ നാം ജനിച്ച് വളർന്നതായ പ്രദേശങ്ങളിൽ മിക്കവാറും പഴയ ദേവാലയങ്ങൾ ആണ് നാം കണ്ടിട്ടുള്ളത്. എന്നാൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പുതിയ ദേവാലയങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്ന് മാറി താമസിക്കുമ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കയിലായിരിക്കുമ്പോൾ, ഒരു ഇടവക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ചു പേരെ ഒന്നിച്ച് കിട്ടുക എന്ന് തന്നെ അത് തന്നെ വളരെ ദുർലഭമാണ്. അങ്ങനെയുള്ളവരെ ചേർത്ത് ഒരു ഇടവക രൂപീകരിച്ച് അതിന് സ്വന്തമായ ഒരു സ്ഥലം കണ്ടെത്തുവാനും ഒരു ദേവാലയത്തിന്റെ കെട്ടിടം പണിയുവാനും ഒക്കെയും സാധിക്കുക എന്നുള്ളത് ഏറെ ദുഷ്കരമാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മറ്റ് 25-30 വർഷം പഴക്കമുള്ള പല ദേവാലയങ്ങളെക്കാളും ആ കാര്യത്തിൽ നിങ്ങൾ അനുഗ്രഹീതരാണെന്ന് വളരെ സന്തോഷത്തോടുകൂടെ പറയാൻ സാധിക്കും. നിങ്ങൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ഉള്ളതായ ആ ഒരു സ്പിരിച്വൽ സീൽ, ആ ഒരു തൃഷ്ണ, അല്ലെങ്കിൽ ആ ഒരു തീവ്രത, അത് ആണ് അതിന് പ്രയോജനമായത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ശലോമോൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോടുകൂടി ഇരുന്നതുപോലെ നമ്മോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. നാം അവന്റെ എല്ലാ വഴികളിൽ നടക്കേണ്ടതിനും അവൻ നമ്മുടെ പിതാക്കന്മാരുടെ കൽപ്പിച്ച അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിനും നമ്മുടെ ഹൃദയത്തെ തങ്കിലേക്ക് ചായിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധ ദേവാലയത്തിന്റെ, യെരൂശലേം ദേവാലയത്തിന്റെ സ്ഥാപനത്തിന് ശേഷം, അതിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്നതായ അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. അവിടെ ശലോമോൻ പറയുന്നുണ്ട്, ഞാനിതിൽ സൂചിപ്പിച്ചിരുന്നു, ദാവീദ് രാജാവ് ഒരു ദേവാലയം പണിയുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ അത് ദൈവം അതിനൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതിനൊരു ഫലമാക്കി കൊടുത്തില്ല. നാം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, 18-19 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ കർത്താവ് എൻ്റെ പിതാവായ ദാവീദിനോട്, എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് ഉണ്ടായല്ലോ. അങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത്. എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്റെ ബീജത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മകൻ എൻ്റെ നാമത്തിന് ആലയം പണിയും എന്ന് അരുളി ചെയ്തു. അങ്ങനെ ദൈവം താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. താൻ വാഗ്ദാനം ചെയ്തതുപോലെ എൻ്റെ പിതാവായ ദാവീദിന് പകരം ഞാൻ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ഒരു ആലയവും പണിതിരിക്കുന്നു. So chapter 8 verse
18-20. ഇവിടെ നാം കാണുന്നത് ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഉടയവനായി അല്ലെങ്കിൽ അതിൽ ആയിരുന്നുവെങ്കിൽ തന്നെയും സർവശക്തനായ ദൈവത്തിന് ഒരു ആലയം പണിയുവാനായിട്ട് അവന് അവസരം ദൈവം കൊടുത്തില്ല. ഇന്ന് ദൈവം നമുക്ക് ഈ ഒരു ആലയം പണിയുവാനായിട്ട് അവസരം നൽകി. നിങ്ങളെ ഒന്ന് പരിശോധിക്കാനായിരുന്നിരിക്കാം. ചിലപ്പോൾ പല ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ ഇവിടെ കൂട്ടിവരുത്തി ഒരു കൃത്യസമയത്ത് അതിനാവശ്യമായ നേതൃത്വം കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട സജീവനെ ഇവിടെ വരുത്തി. അതിനാവശ്യമായ ലോൺ ക്രമീകരിക്കാൻ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ കൂടി വരുവാനായിട്ട് പല നമ്മൾ ചിന്തിക്കാത്തതായ, നമ്മൾ കാണാത്തതായ പല കാര്യങ്ങളും പിന്നിലുണ്ടായിരിക്കാം. ദൈവത്തിന്റെ സമയം നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവന്റെ പദ്ധതി പ്രകാരവും നമുക്കറിയാം യെരൂശലേം ദേവാലയം പണിതതിന്റെ അളവും തൂക്കവും കാര്യങ്ങളൊക്കെയും പണികളുടെ കാര്യങ്ങളൊക്കെയും ഡിസൈനും ഒക്കെയും നിശ്ചയിച്ചത് ദൈവമാണ്. എന്നതുപോലെ തന്നെ ഈ 21-ാം നൂറ്റാണ്ടിലും നമുക്ക് പലപ്പോഴും ചിന്തിച്ചാൽ അസാധ്യമെന്ന് തോന്നിയിരുന്നതായ ഈ ഒരു ദേവാലയത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ പുനർനിർമ്മാണം ഇത് വാങ്ങിച്ചത് ഇത്ര പേരെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയതായ ഈ വലിയ ദാനം അത് മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകുവാൻ ഉള്ളതായ ഉത്തരവാദിത്വം ഓർപ്പിക്കുകയാണ്. ശലോമോന്റെ ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം കർത്താവ് ശലോമോന് പ്രത്യക്ഷനായി. ഇപ്പൊ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ പ്രാർത്ഥന വിശുദ്ധ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ നല്ലതാണ്. മുഴുവൻ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ടതായ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ളതായ പ്രാർത്ഥനയാണ്. ഏത് ആളും എന്തെങ്കിലും കുറ്റമോ കുറവോ വന്നു പോയിട്ട് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ മാപ്പിരുന്നുകൊണ്ട് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ മോചനം കൊടുക്കണമേ. ഇവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലും ഇതിനെ ഓർത്ത് പ്രാർത്ഥിച്ച അവർക്കും അതിന് പ്രതിഫലം കൊടുക്കണമേ. വിജാതീയരാണെങ്കിൽ പോലും ദൈവമായ കർത്താവെ നിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അവന് മോചനം നൽകണമേ. തുടങ്ങി ഇങ്ങനെ പോവാണ്. അപ്പോ ഞാനത് അതിലേക്ക് കടക്കുകയാണ്. എന്നാൽ അതിന് മറുപടിയായിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: നീ എന്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ പിതാവായ ദാവീദ് നടന്നതുപോലെ നടക്കണം. അപ്പോ അതാണ് ഇനി നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ പിതാക്കന്മാര്, ഞാൻ ആദ്യമേ വായിച്ച കൊട്ടേഷൻ അതാണ്, നമ്മുടെ പിതാക്കന്മാരോടുകൂടെ ഇരുന്നതുപോലെ ദൈവമായ കർത്താവ് നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവരുടെ വഴികളിൽ നമ്മെ ജനിപ്പിച്ചതായ മാതാപിതാക്കന്മാര് നമ്മെ വളർത്തിയതായ ഈ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ നമ്മെ വളർത്തി വലുതാക്കിയെങ്കിൽ ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു കർത്തവ്യം നാം ഇന്ന് നിർവഹിച്ചിരിക്കുന്നു. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നൽകുവാനായിട്ട് ഈ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ഇപ്പൊ ഞാൻ വായിച്ചതായ 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ അനുഷ്ഠിച്ചു പോയാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ചൊരിഞ്ഞു തരും. മറിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് വ്യതിചലിച്ചാൽ, ഞാൻ വായിക്കണോ? നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ പറിച്ചുകളയും. എന്റെ നാമത്തിന് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളയും. ഇസ്രായേൽ സകല ജാതികളുടെ മുമ്പിൽ പഴഞ്ചൊല്ലും പരിഹാസവുമായിരിക്കും. ഈ ആലയം ശൂന്യമാകും. വഴിയെ പോകുന്നവനും അതിനെ കണ്ട് സ്തംഭിച്ച് ചൂളം കുത്തി എന്ന് പറഞ്ഞ കളിയാക്കി കർത്താവ് ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്തെന്ന് ചോദിക്കും. അപ്പോൾ അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഈ അനർത്ഥമെല്ലാം അവർക്ക് വരുത്തിയിരിക്കുന്നുവെന്ന് അതിന് ഉത്തരം പറയും എന്നും പറഞ്ഞു. അപ്പോ ആ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയതായ ഈ വലിയ അനുഗ്രഹം, വലിയ സന്ദർഭം ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ സമർപ്പിച്ച് നല്ല ജീവിതം നയിക്കുവാൻ, സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ ദേവാലയത്തെക്കുറിച്ച് വലിയ ചിത്രമാണ്
പിതാക്കന്മാരെ കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ യാക്കോബ് കണ്ടതായ ഒരു ദർശനമുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദർശനമാണ്. ബഥേൽ എന്ന് പേരിട്ടതുകൊണ്ടാണ്, ദൈവത്തിന്റെ ആലയം എന്ന് പേരിട്ടതുകൊണ്ടാണ്. സ്വർഗം വരെയും എത്തുന്നതായ ഗോവണിയും അതിലൂടെ മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതായ ഒരു സ്വർഗീയ ദർശനം പിതാവായ യാക്കോബ് കണ്ടു. അവൻ ഉണർന്നെഴുന്നേറ്റ് ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് ആ സ്ഥലം ഇത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് അവൻ ബഥേൽ എന്ന്, ദൈവത്തിന്റെ ആലയം എന്ന് പേരിട്ടു. ഈ ദേവാലയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒക്കെയും പഠിപ്പിക്കുന്നതായ ഒരു വലിയ ഒരു അനാലജി, ഒരു ചിത്രം അതാണ്. നാം ഈ ദേവാലയത്തിൽ വരുന്നു, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗം വരെയും എത്തുന്നതായ ഒരു ഗോവണിന് മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ കൺസേൺസും ഇഷ്യൂസും എല്ലാം, അല്ലെങ്കിൽ ദുഃഖങ്ങൾ, അല്ലെങ്കിൽ ക്ഷീണം, മറ്റ് മനോക്ലേശങ്ങളെല്ലാം, അതെല്ലാം ആ റിക്വസ്റ്റുകളെല്ലാം വഹിച്ചുകൊണ്ട് മാലാഖമാർ സ്വർഗത്തിലേക്ക് പോകുകയും അതിന് ആശ്വാസമായ മറുപടിയുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്നതായ, ആ മാലാഖമാർ ഇറങ്ങുകയും ചെയ്യുന്നതായത് ഒരു വേദിയായിട്ടാണ് പരിശുദ്ധ ദേവാലയം, ഓരോ ദേവാലയത്തെയും പരിശുദ്ധ പിതാക്കന്മാര് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും, നാം ഇപ്പോൾ വായിച്ചതുപോലെ, എപ്പോഴും ഇവിടെ ഉണ്ട്. ദൈവം എവിടെയുണ്ട്, അത് ശരിയാണ്. പക്ഷേ എ ചർച്ച് ഈസ് എ പ്ലേസ് വെയർ ലോർഡ് ഹാസ് commanded that he is here, he will be here. ഇതൊരു covenanted place of meeting place ആണ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഒരു മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ, പ്രോമിസ് ചെയ്തിരിക്കുന്നതായ സ്ഥലമാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി whenever you have a concern or you have some sort of issues, you can come at any time. Now we have our own church. അതിന്റെ യൂട്ടിലിറ്റി എങ്ങനെയൊക്കെ വേണമെന്നുള്ളതിനെ കുറിച്ച്, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഹൗ ഓപ്പൺ ആൻഡ് ഹൗ ഫാർ വി കൻ യൂസ് ദിസ് ഫെസിലിറ്റി. ഇതൊക്കെ രാവിലെ ഞായറാഴ്ച ഒന്ന് തുറന്ന് ഉച്ചവരെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാനാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. മറിച്ച് കൂടുതൽ സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുവാൻ സാധിക്കണം. ഇവിടെ അടുത്തുള്ള കുറച്ച് പേരെ ചേർത്ത് ഒന്നല്ലെങ്കിൽ സാറ്റർഡേ ഈവനിങ്ങിൽ പ്രാർത്ഥന നടക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ഇട ദിവസം ഏതൊരു ദിവസം വെനസ്ഡേ ഈവനിങ്ങിലോ എപ്പോഴെങ്കിലും അഡീഷണൽ ആയിട്ട് പ്രയറോ മധ്യസ്ഥ പ്രാർത്ഥനകളോ ഒക്കെ വെക്കാനും സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. നിങ്ങളുടെ ജോലി സ്കെഡ്യൂൾ അനുസരിച്ച് എല്ലാവരും പറഞ്ഞു നിർബന്ധം പിടിക്കണ്ട. കഴിവുള്ളവർ വരിക, അടുത്തുള്ളവർ വരിക. പക്ഷേ ഈ ദേവാലയം കൂടുതൽ സമയം തുറക്കുവാനും കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുവാനും സാധിക്കണം. ആരെങ്കിലും ഭജന ഇരിക്കുവാനോ അങ്ങനെ എന്തെങ്കിലും സൗകര്യം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. അമേരിക്കയാണ്, അതൊക്കെ കണ്ടുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ ഒന്ന് വേറെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാതിരിക്കാനും നോക്കണം. നെയ്ബേഴ്സിനിടയിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കണം. എങ്കിൽ തന്നെയും ദൈവം നമുക്ക് ഈ ഒരു വലിയ ദാനം നൽകിയിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ ഞാൻ എപ്പോഴും സന്തോഷത്തിന്റെ ഒരു നിറവിൽ നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇത്തരത്തിലൊരു സന്ദർഭത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം ഇടയാക്കിയത് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം പണ്ട് ഞാൻ വരുമ്പോൾ പോലും വെസ്റ്റേൺ US എന്ന് പറഞ്ഞാൽ സാബോച്ചനാണ് മനസ്സിലുള്ളൂ. അദ്ദേഹം ഓടി നടന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ പ്രദേശത്ത് അനേക ദേവാലയങ്ങൾക്ക് തുടക്കമിടുവാനായിട്ട് വേറെ സ്ഥലങ്ങളിൽ കോണ്ടാക്റ്റുകൾ മേക്ക് ചെയ്യുവാനൊക്കെ ആയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതോട് ചേർന്ന് സജി ഗോറാച്ചൻ, തോമസ് ഗോറാച്ചൻ പട്ടമേറ്റ് എവിടെ പോകണം എന്നുള്ളതിനെ കുറിച്ച് പട്ടമായിട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹം അവസാനം ഇവിടെ ആ നൂല് ഇവിടെ വന്ന് സ്റ്റക്കായി. അപ്പോൾ അദ്ദേഹം ഓസ്റ്റിൻ പള്ളിയിൽ അതിന് ക്ഷീണം സംഭവിച്ചു. അല്ലെങ്കിൽ സാൻ ആന്റോണിയിൽ ഒരു ദേവാലയം തുടങ്ങി വന്നത് അത് നമ്മൾ നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ 1-2 പോരായ്മകൾ അവിടെ സംഭവിച്ചുവെങ്കിൽ തന്നെയും ഈ പടിഞ്ഞാറൻ ഭാഗത്ത് വെസ്റ്റേൺ USA അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുവാൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് സാധിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. അവിടെയുള്ളവരുടെ പഴി ഞാനാണ് കേൾക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും അത് നഷ്ടമായില്ല, നന്നായി വന്നു. ദൈവം പ്രയോജനപ്പെടുത്തി എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നിങ്ങൾ ഏറെ പ്രയോജനപ്പെടുത്തിയതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അമ്മായിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അമേരിക്ക വന്ന കാലം പോലെ എനിക്കറിയാൻ പാടില്ല സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. ന്യൂ മെക്സിക്കോയിൽ പോയി, ഡെൻവറിൽ പോയി, ഡാളസിൽ പോയി, അവിടെ നിന്ന് ഇവിടെ വന്നു. അതിൻ്റെ ഇടയിൽ അച്ഛൻ സെമിനാരിൽ പോയി. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കറിയാം. ഇതിനിടയിൽ അച്ഛൻ സാൻ ആന്റോണിയിലും അല്ലെങ്കിൽ ഓസ്റ്റിനിലും സിയാറ്റിലും ഇവിടെയൊക്കെയുമായിട്ട് വീക്കെൻഡെല്ലാം അച്ഛൻ അങ്ങനെയും പോകും.
അപ്പം അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഏകദേശം സെറ്റിൽ ആയോഗ്യന്മാരില്ല. ഏതായാലും അമ്മായി വിചാരിച്ചത് അമേരിക്കയിലേക്കുള്ള വരവ് ഇങ്ങനെ ഒരു ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചില്ലായിരിക്കും. എനിവേ അത് അമ്മായിയോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. രണ്ടമ്മായിമാരും നിങ്ങളുടെ ശുശ്രൂഷ പലപ്പോഴും കാണാതെ പോകുന്നു എന്ന് ചിന്തിക്കരുത്. ഭദ്രാസനത്തിലുള്ള ഓരോ ഇടവുകളുടെയും നേതൃത്വം കൊടുക്കുന്നതായ പുരോഹിതന്മാരുടെ പിന്നിൽ നിന്നുകൊണ്ട് അതിന് ആവശ്യമായ പ്രാർത്ഥനയും ആവശ്യമായ എല്ലാ സഹകരണവും നൽകുന്നത് അമ്മായിമാരാണ്. അവരുടെ സേവനവും അവരുടെ ആ ശുശ്രൂഷയും നാം അംഗീകരിക്കുകയും സഭ അതിനെ മാനിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ബസ്ക്യൂമോ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മായിമാരുടെ അസോസിയേഷൻ. വേറെ ഒന്നും ചോദിക്കുന്നതല്ല, എന്നാലും അവരുടെ കൺസേൺസ് അവർക്ക് തമ്മിലൊന്ന് ഷെയർ ചെയ്യുവാനും ഒക്കെയും ഉള്ളതായ ഒരു അവസരം. എനിവേ, ഈ ഒരു നല്ല സന്തോഷകരമായ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരെയും അനുമോദിക്കുന്നു. ഈ ഇടവകയിലുള്ളതായ എല്ലാ ജനങ്ങളെയും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സാൻ ഫ്രാൻസിസ്കോയിൽ പലപ്പോഴും അത് സ്ഥിരമായിട്ട് താമസിക്കുന്നവരെല്ലാം പലപ്പോഴും H1 ആണ്, L1 ആണ്, ചിലവ് തിരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ദേവാലയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്നു. അവരവരാൾ കഴിയുന്നതിനുപരിയായിട്ട് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട്, അത് സാമ്പത്തികമായിട്ടും സമയം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഏതൊക്കെ തലത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെയും ചെയ്തു. എല്ലാവരെയും അനുമോദിക്കുന്നു. കഴിഞ്ഞ ഏതാനും എനിക്ക് തോന്നുന്ന ആഴ്ചകളോളം ഈ ദേവാലയത്തിന്റെ റിനോവേഷന് വേണ്ടി രാവും പകലും അധ്വാനിച്ചവരായ എല്ലാവരെയും ദിവസനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ അതിന് നേതൃത്വം നൽകി, കമ്മിറ്റി നേതൃത്വം നൽകി, ബിൽഡിംഗ് കമ്മിറ്റിയുടെ സഹകരണം അല്ലെങ്കിൽ അതിന്റെ നേതൃത്വമുണ്ടായിരുന്നു. എല്ലാവരും അതിൽ സഹകരിച്ചു എന്നുള്ളതിൽ സന്തോഷിക്കുന്നു. ചെറുപ്പക്കാർ കൂടി ചേർന്ന് വളരെ പെട്ടെന്നുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യം അച്ചീവ് ചെയ്തു എന്ന് മറ്റുള്ളവരെ, നമ്മുടെ മറ്റു പല ഇടവുകളെയും കാണിക്കുവാൻ ഒരു നല്ല ഉദാഹരണമാണ് നിങ്ങൾ തന്നത്. ഞാനത് മറ്റു സ്ഥലങ്ങളിൽ പറയുകയും ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ ഒരു ഗീതം ചൊല്ലുകയാണ്. നമ്മൾ രാവിലെ പാതിരാത്രിയിൽ ചൊല്ലുന്നൊരു ഗീതമാണ്. ആർക്കായി കാഴ്ചകൾ ഇവിടെയണയ്ക്കുന്നു ഭാഗ്യമവന്നേറ്റം, മേൽ സ്വർഗത്തിൽ അവൻ ഓർമ്മയതുണ്ടാകും. ഗോത്ര പേരുകൾ ഓർമ്മയ്ക്കായി കർത്താവിൻ മുമ്പിൽ കാൺമാൻ കല്ലുകളിൽ മോശ കുത്തിയതോർക്കുമ്പോൾ നിങ്ങൾ തൻ മൃതപേരുകളെ ഓർക്കാനും പള്ളിയിൽ ഇവിടെ എഴുതാനും മേൽ സ്വർഗത്തിൽ ശ്രീഹാതൻ വരവിൽ തന്നോ ഡവർമോദിപ്പാനും ചേർപ്പിൻ ക്രിസ്തായിൽ. സഭയുടെ ഒരു വലിയ ചിന്തയാണ് കൊടുത്തിരിക്കുന്നത്. ദേവാലയത്തിൽ ആർക്കു വേണ്ടി ഇവിടെ കാഴ്ചകൾ അർപ്പിക്കുന്നോ അവന് ഭാഗ്യം, അവന് മേൽ ഉയരത്തിൽ സ്വർഗത്തിൽ അവന് ഓർമ്മയുണ്ടാകും. ഇസ്രായേൽക്കാരുടെ ഗോത്രങ്ങളുടെ ഇതിനനുസരിച്ച് അത് 12 കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ട് ഓർക്കുവാനായിട്ട് കർത്താവ് പഠിപ്പിച്ചത് മോശയോട് നിർദ്ദേശിച്ചതുപോലെ ഇവിടെ നമ്മുടെ മൃതരായവരുടെ, നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയവരുടെ പേരുകൾ ഓർക്കാനും പള്ളിയിൽ ഇവിടെ അത് എഴുതി ചേർത്ത് ആരാധനയിൽ മേൽസ്വർഗത്തിൽ മെഷിഹാതൻ വരവിൽ തന്നോട് അവർ മോദിക്കുവാനും വേണ്ടി അവരുടെ പേരുകളെയും ഓർക്കണം. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് വലിയ സൗന്ദര്യമാണ്, വലിയ ഭംഗിയുള്ളതാണ്, വലിയ നിറമുള്ളതാണ്. ആ ആരാധനയിൽ പങ്കുചേർന്ന് ഈ ആരാധനയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെയും ഓരോ കുടുംബത്തിന്റെയും പ്രാതിനിധ്യം ഉണ്ടാകുവാൻ വേണ്ടി ആ കുന്തിരിക്കം നാം നിക്ഷേപിച്ചത്. അത് ഇപ്പോൾ വിശുദ്ധ ബലിപീഠത്തിനകത്തുണ്ട്. അപ്പൊ അതുമായിട്ട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾക്ക് മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞായറാഴ്ച ഒഴിവാക്കി അത് വിശുദ്ധ ആരാധന പങ്കെടുക്കുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്യുവാനായിട്ട് കഴിയുന്നതും ശ്രമിക്കണം. കുഞ്ഞുങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളുണ്ടായിരിക്കാം, പക്ഷെ അതിനൊക്കെ നിവൃത്തി ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ബാസ്കറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിവൃത്തി നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചെയ്തിട്ട് ഞായറാഴ്ച പള്ളിയിൽ വരിക. ആരാധന ഉണ്ട് എങ്കിൽ അത് മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ശ്രദ്ധിക്കുക. ആരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ദിവ്യ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാൻ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ബേ ഏരിയ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നിങ്ങൾ ഓരോ കുടുംബവും നിങ്ങൾക്ക് അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്നു. നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഭദ്രാസനത്തിന്റെ പേരിലുള്ളതായ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. 2 കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്,
നമ്മുടെ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ ജൂലൈ 18 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലാണ്. കുറച്ച് പേരെങ്കിലും ഇവിടെ നിന്ന് വന്ന് ഡെലിഗേറ്റ്സ് മീറ്റിംഗ് ഈ തവണ ഉള്ളത് കൊണ്ട് കുറച്ച് പേരെങ്കിലും ഒന്ന് വന്ന് പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ കുറച്ച് പേര് പറയാൻ കാരണം ഓൾമോസ്റ്റ് മുറികളെല്ലാം ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾ വെബ്സൈറ്റിൽ കയറിൽ അറിയാം, രജിസ്ട്രേഷൻ ഈസ് ക്ലോസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞ മുറികൾ കഴിഞ്ഞ അഡീഷണൽ 25 മുറി എടുത്തു, അതും സോൾഡ് ഔട്ടായി. പിന്നെ 10 കഴിഞ്ഞ ദിവസം ഒരു 10 എടുത്തു, പിന്നെ ഒരു 10 എടുത്തു. ഇനിയും അത് നമുക്ക് പോയി ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെയും ആരെങ്കിലും വരുവാൻ ആഗ്രഹിക്കുന്ന ഡെലിഗേറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ വരുവാനായിട്ട് ശ്രദ്ധിക്കണം. അത് എത്രയും പെട്ടെന്ന് ഈ ആഴ്ചയിൽ തന്നെ, ഈ ദിവസങ്ങളിൽ തന്നെ അത് മേക്ക് ഷുവർ ചെയ്യണം, ഫൈനലൈസ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ സഭയുടെ ഒരു വലിയ, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വലിയൊരു ഡ്രീം പ്രൊജക്റ്റാണ്. അച്ഛൻ അതിനെക്കുറിച്ച് അല്പമായിട്ട് സംസാരിച്ചു. ഞാനും 1-2 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൽപ്പന വഴി നിങ്ങൾ അറിയിച്ചിരുന്നത് പോലെ ന്യൂജേഴ്സിയിൽ എയർപോർട്ടിനോട് അടുത്ത് വലിയ ദൂരമില്ലാത്ത രീതിയിൽ ഒരു സ്ഥലം നാം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ പള്ളി പ്രതിപക്ഷ യോഗം അനുവദിച്ചിട്ടുള്ളതുപോലെ ഒരു പ്രൊജക്റ്റ് പരിശുദ്ധ പാത്രിക സ്വഭാവ അനുഗ്രഹിച്ച് നമുക്ക് നൽകിയിട്ടുള്ളതായ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ ഒരു വെന്യൂ നോക്കിയാണ് ഇത്ര നാൾ നടന്നത്. ഏകദേശം ഇപ്പോൾ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ആഴ്ചയിൽ അതിന് അടുത്ത ഫേസിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ അതിന് എല്ലാവിധമായ സഹകരണവും നിങ്ങളുടെ ഭാഗത്ത് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒന്നും ചോദിക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷേ LAയിൽ നിന്ന് കുറച്ച് ആളുകൾ തരാനായിട്ട് തൽക്കാലം കുറച്ച് ലോണുകൾ അറേഞ്ച് ചെയ്യാനൊക്കെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നാം ഈ ഇനീഷ്യലായിട്ടുള്ള ആ ഫേസ് കടന്നു കഴിയുമ്പോൾ പിരിവ് അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുവാനാണ് വിചാരിക്കുന്നത്. ആ കാര്യം വരുമ്പോൾ നിങ്ങളെല്ലാവരും സർവാത്മന അതിനകത്ത് സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഭദ്രാസനത്തിന് ഒരു ആസ്ഥാനം എപ്പോഴും നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ഭദ്രാസന ആസ്ഥാനത്തിൽ അവിടെ ആവശ്യമാണ്. ഇപ്പോൾ ബിഷപ്പിന് താമസിക്കുവാനോ അല്ലെങ്കിൽ അതിനോട് ചേർന്നൊരു ചെറിയൊരു സെമിനാരി പോലെ ഫോം ചെയ്യുവാനോ ഓഫീസ് കെട്ടിടങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ആവശ്യമുണ്ട്. ഇന്റർ ചർച്ച് മീറ്റിങ്ങുകളുണ്ട്, കോൺഫറൻസുകളുണ്ട്. അപ്പം അതൊക്കെയും നമുക്ക് ഹോസ്റ്റ് ചെയ്യുവാനായിട്ട് ഒരു വെന്യൂ അവിടെ ഇല്ല. പ്രത്യേകിച്ച് ട്രൈ സ്റ്റേറ്റ് ഏരിയയിൽ നമുക്ക് അതിനെ പറ്റിയ ഒരു ദേവാലയം, നമ്മുടെ പള്ളികൾ പോലും ചെറുതാണ്. അപ്പോൾ ഒരു 10 പള്ളിക്കാരെ ഒന്നിച്ച് വരുത്താനായിട്ടൊരു മീറ്റിംഗ് കൂടാനോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് സഭകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ വരുമ്പോൾ നമ്മുടെ ടേൺ വരുമ്പോൾ അത് ഹോസ്റ്റ് ചെയ്യുവാനോ ഒന്നിനുമുള്ളതായ സൗകര്യങ്ങളില്ല. അപ്പം അതുകൊണ്ട് അത് വലിയ ഒരു ആവശ്യമാണ്. എല്ലാ സഭകൾക്കും ആയിക്കഴിഞ്ഞ് നമ്മൾ ഏറ്റവും പുറകിലാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഹൈ ടൈം ടു അച്ചീവ് സച്ച് എ ഹെഡ് ക്വാർട്ടേഴ്സ് കോംപ്ലക്സ്. അപ്പം അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും സാമ്പത്തികമായ സഹായവും അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ മറ്റൊരു കാര്യങ്ങളൊക്കെയും എത്രയും പെട്ടെന്ന് നിങ്ങൾ അറിയിച്ചു കൊള്ളാം. ഈ ഒരു ക്ഷീണം കഴിയുമ്പോഴത്തേക്കും അത് കളക്ഷൻ ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ക്രമീകരണം ചെയ്യണം. ഡിസംബറിൽ നമുക്കത് ക്ലോസ് ചെയ്യാനുള്ളതാണ് ഡീല്. അപ്പോൾ അതുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടിയാണ് കിട്ടിയത്, പള്ളിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഞാൻ ആ ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ വിസ്മരിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ ദേവാലയത്തിൽ നിങ്ങളോടൊന്നിച്ച് സന്തോഷം അനുഭവിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. അതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അത്രയും ബഹുമാനപ്പെട്ട അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും എല്ലാ ഇടവകക്കാരോടുള്ള സ്നേഹം അറിയിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.